ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഓൾ ദ ബെസ്റ്റ് മീഡിയ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് LDF തീർച്ചയായും ജയിക്കാവുന്ന 4 ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ചാണ്. LDF തീർച്ചയായും ജയിക്കുന്ന 4 ലോക്സഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് LDF തീർച്ചയായും ജയിക്കുന്ന മണ്ഡലം പാലക്കാട് മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ BK ശ്രീകണ്ഠനാണ്. M വിജയരാഘവൻ അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥിയും, C കൃഷ്ണകുമാർ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയുമാണ് അവിടെ മത്സരിക്കുന്നത്. ഇപ്രാവശ്യം അവിടുത്തെ സർവേ ഫലമനുസരിച്ച് 44,000 to 57,000 വോട്ടുകളുടെ ലീഡോടുകൂടി അവിടെ M വിജയരാഘവൻ വിജയിച്ച് കയറുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. അടുത്തത് നമുക്ക് കാസർഗോഡ് മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. കാസർഗോഡ് മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും MP ബാലകൃഷ്ണൻ LDFൻ്റെ സ്ഥാനാർത്ഥിയും, ML അശ്വിനി അവിടെ BJP സ്ഥാനാർത്ഥിയുമാണ് മത്സരിക്കുന്നത്. അവിടെ ഏകദേശം 80,000 to 85,000 വോട്ടുകളുടെ ലീഡോടുകൂടി അവിടെ 80,000 to 85,000 വോട്ടുകളുടെ ലീഡോടുകൂടി അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി MP ബാലകൃഷ്ണൻ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. അടുത്തത് നമുക്ക് കണ്ണൂർ മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. കണ്ണൂർ മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി K സുധാകരനും LDFൻ്റെ സ്ഥാനാർത്ഥി MP ജയരാജനും, C രഘുനാഥ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയുമാണ് മത്സരിക്കുന്നത്. അവിടെ ഏകദേശം 37,000 to 54,000 വോട്ടിൻ്റെ ലീഡോടുകൂടി അവിടെ MP ജയരാജൻ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. അടുത്തത് നമുക്ക് ആലത്തൂർ മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. ആലത്തൂർ മണ്ഡലത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, അതുപോലെ തന്നെ LDFൻ്റെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ MLA ആണ്. അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി അവിടെ ON സരസു അതുപോലെ തന്നെ എന്നീ 3 സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ ഏകദേശം 35,000 to 45,000 വോട്ടിൻ്റെ ലീഡോടുകൂടി അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. അപ്പോൾ LDF 4 സീറ്റിൽ ആലത്തൂർ, കണ്ണൂർ, പാലക്കാട്, കാസർഗോഡ് എന്നീ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ തീർച്ചയായും LDF വിജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. മൊത്തം നമ്മൾ നോക്കിയാൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ LDFന് ഏകദേശം 11 സീറ്റും UDFന് 9 സീറ്റും ലഭിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. 11 സീറ്റിൽ LDF വിജയിക്കുമെന്നും അതുപോലെ തന്നെ 9 സീറ്റുകളിൽ UDF വിജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. അതിൽ കട്ടക്ക് ഫൈറ്റ് നടക്കുന്ന 5 മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സർവേ ഫലം അനുസരിച്ച് LDF 11 സീറ്റിലും UDF 9 സീറ്റിലും വിജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ വണക്കം. നിങ്ങൾക്ക് ഏത് സ്ഥാനാർത്ഥി ജയിക്കും, ഏത് LDFന് എത്ര, UDFന് എത്ര, BJPക്ക് എത്ര എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തണം.
ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥിയുടെ പേരും ഏറ്റവും കുറവ് വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥിയുടെ പേരും, വോട്ടല്ല ലീഡ്, ഏറ്റവും കുറവ് വോട്ട് ലീഡ് നേടുന്ന സ്ഥാനാർത്ഥിയുടെ പേര്, ഏറ്റവും കൂടുതൽ വോട്ട് ലീഡ് നേടുന്ന സ്ഥാനാർത്ഥിയുടെ പേരും, അതുപോലെ തന്നെ LDF എത്ര, UDF എത്ര, BJP എത്ര എന്നിങ്ങനെ നിങ്ങളുടെ കമൻറ്റ് അയച്ചാൽ അതിൽ നിന്നും ശരി ഉത്തരം അയക്കുന്നവരെ നമ്മൾ തിരഞ്ഞെടുത്ത് 10,000 രൂപ സമ്മാനം നൽകുന്നതാണ്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം, ബൈ.